ഒരു വലിയ ജനക്കൂട്ടം ക്ഷുഭിതരായിട്ട് പുറത്തു നിൽക്കുന്നു, മുദ്രാവാക്യം വിളിക്കുന്നു. ആ ജനക്കൂട്ടത്തിന് നേരെ കാറുപെടുത്ത് പോകാൻ പറ്റുമോ? സ്വാഭാവികമായും പ്രതികരണം ഉണ്ടാകില്ലേ? ഏത് ഗാന്ധിയന്മാരും പ്രതികരിച്ചു പോകില്ലേ? അതാണ് ആദ്യം മനസ്സിലാക്കേണ്ടത്. സാധാരണ ആരെങ്കിലും ചോദിച്ചാൽ ഞങ്ങൾ ഇങ്ങനെയാ പറയാറുള്ളത്. ഒരു എക്സ്പ്ലനേഷൻ ധാരാളം മതി. സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം എം സ്വരാജ്, ഇന്ത്യ ആരും ആക്രമിച്ചിട്ടില്ല, അക്രമം ഇങ്ങനെയൊന്നുമല്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കിക്കൊള്ളണം. മഹത്തായ ചിന്താഗതി. ഉടനെ ഉണ്ടാകുന്ന ആർക്കും നിയന്ത്രിക്കാനാവാത്ത ഒരു ചെറിയ പ്രതികരണമാണ് അവിടെ ഉണ്ടായത്. സംസാരിക്കുന്ന വ്യക്തിയെ ആദ്യം അറസ്റ്റ് ചെയ്ത് ലോകപ്പിലാണ്. ജയശങ്കർ ചില്ല് തല്ലി പൊട്ടിച്ചു, കല്ലും കട്ടയും ഉപയോഗിച്ച് മുട്ട വാരി എറിഞ്ഞു, പൊട്ടിയ ചില്ലിനകത്തൂടെ അകത്തിരുന്ന ജീവനക്കാരെ ഉപദ്രവിക്കാൻ ശ്രമിച്ചു, കണ്ണിൽ തറച്ച ചില്ലുമായി പ്രാണരക്ഷാർത്ഥം വാഹനം ഓടിച്ച് തമ്പാനൂർ പോലീസ് സ്റ്റേഷനിൽ കയറിയതുകൊണ്ടാണ് ആ ഡ്രൈവർ വീഡിയോ ഉദ്യോഗസ്ഥൻ രക്ഷപ്പെട്ടത്. എന്റെ നേരെ ഓർക്കാപ്പുറത്തുള്ള ആക്രമണമായിരുന്നില്ല. അതിനെയാണ് ഞങ്ങളുടെ അക്രമം ഇങ്ങനെയല്ല, ഇതൊരു ഔദാര്യമാണെന്ന് ഒരു മടിയുമില്ലാതെ പൊതുമധ്യത്തിൽ വിളിച്ചു പറയുന്നത്. ധിക്കാരം പഴയതുപോലെ തന്നെ ഒരു കുറവില്ല. അല്ല, അദ്ദേഹം പറഞ്ഞതിൽ വലിയൊരു സത്യമുണ്ട്. കാരണം വെച്ചാൽ CPM-ന്റെ അക്രമം എന്ന് വെച്ചാൽ ഈ രീതിയിലൊന്നും അല്ല. സുരേഷ് അറിയാൻ പാടുള്ളതുണ്ട്. ഓടിക്കൊണ്ടിരിക്കുന്ന KSRTC ബസ്സിന്റെ അകത്ത് കണ്ടക്ടറും ഡ്രൈവറും യാത്രക്കാരും അടക്കം. അന്ന് KSRTC ബസ്സിന് ആ പുറകിലെ ഡോർ മാത്രം, ഫ്രണ്ടിലെ ഡോറില്ല, അതിപ്പോഴും ഇല്ല. ആ വാഹനത്തിന്റെ അകത്ത് KSRTC ബസ്സിനകത്ത് പെട്രോൾ ഒഴിച്ച് കത്തിച്ചു. 4 പേരെ അതിൻ്റെ അകത്ത് വെന്തു മരിച്ചു, ഒരുപാട് പേർക്ക് പരിക്ക് പറ്റി, പൊള്ളലേറ്റു. അതൊക്കെയാണ് CPM-ന്റെ ഒരു സാധാരണ അവരുടെ ഒരു നിലവാരത്തിലുള്ള അക്രമം എന്ന് പറയുന്നത്. അതുപോലൊരു അക്രമമായിട്ട് പാർട്ടി അംഗീകരിച്ചിട്ടില്ല. അതുപോലെ പാർട്ടി വിട്ടുപോയ TP ചന്ദ്രശേഖരനെ 51 വെട്ട് വെട്ടിക്കൊന്നു. ഒരാളെ കൊല്ലാനാണെങ്കിൽ 51 വെട്ടിന്റെ ആവശ്യമില്ല, 1-2 വെട്ടിന്റെ ആവശ്യമുള്ളൂ. അപ്പൊ എന്തുകൊണ്ടാണ് ഒരാളുടെ മുഖത്ത് മാത്രം 51 വെട്ട് വെട്ടിയത് എന്ന് ചോദിച്ചാൽ അതാണ് CPM-ന്റെ ഒരു സ്റ്റൈൽ. നിങ്ങൾക്കറിയില്ലേ ഇവന്മാർക്ക് സെന്റിമെന്റ്സ് ഒന്നുമില്ലെന്ന്? അതാണ് പാർട്ടിയുടെ ഒരു സാധാരണ രീതി. അത് വെച്ച് നോക്കുമ്പോൾ ഇന്നലെ നടന്ന അക്രമം ഒരു അക്രമമേ അല്ല എന്ന് നമുക്ക് മനസ്സിലാവില്ല. സ്വരാജ് പറഞ്ഞത് ശരിയാണ്. പാർട്ടിയുടെ നിലവാരത്തിലുള്ള അക്രമം എന്ന് പറഞ്ഞാൽ ഇതൊന്നുമല്ല. വെറും സൂചന മാത്രം. കള്ളു വെക്കുന്നത് സമാധാനമാണ്, അവർ ആസിഡ് ബൾബ് ഒഴിക്കുന്നത് എറിയുന്നത് സമാധാനമാണ്, അവർ കത്തിക്കുത്ത് നടത്തുന്നത് സമാധാനമാണ്, അവർ 51 വെട്ടുവിട്ടുന്നത് അവർക്ക് സമാധാനമാണ്. നമുക്ക് ചെറിയ അസമാധാനം തോന്നും, അത്രേ ഉള്ളൂ. വെറുതെ അല്ല ദൈവം കുതിരയ്ക്ക് കൊമ്പ് കൊടുക്കാത്തത്. ആരെ തോൽപ്പിക്കും എന്ന കാര്യത്തിൽ വെറുതെ വഴി നടക്കുന്ന കുറെ ചെറുപ്പക്കാരെ റോട്ടിലിറക്കി തല്ലുകൊള്ളിക്കാനുള്ള പരിപാടിയുടെ തുടക്കമാണിത്. നേതാക്കന്മാർക്ക് ആർക്കും തല്ലുകൊള്ളുകയില്ല. കഴിഞ്ഞ ദിവസം കണ്ടില്ലേ, രാജ്യസഭാ മെമ്പർ സഖാവ് ഡബിള റഹീം എന്നെ പൊക്കി പറഞ്ഞ് സോപ്പിടാനുള്ള പരിപാടിയാ കള്ളന്മാര്. SFI-കാരുടെ മുമ്പിൽ ഇതുപോലെ വലിയ പ്രകോപനപരമായ പ്രസംഗം നടത്തി. പോലീസ് ലാത്തി വീശി ഇപ്പൊ റഹീമിന്റെ പൊടി പോലും കണ്ടില്ല. അവസാനം അടി വീണപ്പോ ഇക്ക അങ്ങ് മുങ്ങി. ഞാൻ മുങ്ങിയൊന്നുമല്ല, നീ കണ്ടില്ലേ ഫോൺ വന്നത്? ഞാൻ പെട്ടെന്ന് വരാന്ന് വിചാരിച്ചു, അതിനവിടെ ഒന്നും സംഭവിച്ചില്ലല്ലോ. ഒന്നും സംഭവിച്ചില്ലെന്നല്ലേ? അതേ ഏത് വഴിക്ക് പോയെന്ന് ആർക്കും അറിയില്ല. പുള്ളി ഇത്ര നാളിൽ ഉട്ടാപ്പിന്ന് വിളിച്ചിരുന്നത്, പുള്ളി സത്യത്തിൽ ഒരു മായാവിയാണ്, പെട്ടെന്ന് മാഞ്ഞു പോയി. അടി കഴിഞ്ഞപ്പോ പുള്ളി കൃത്യമായിട്ട് രംഗത്ത് വരികയും വീണ്ടും വലിയ വീരവാദം പറയുകയും ചെയ്തു. ഇതാണ് സഖാക്കൻ നേതാക്കന്മാരുടെ രീതി. നാട്ടുകാരുടെ കാര്യം വലിയ കഷ്ടപ്പാടാണ്. പാവപ്പെട്ടവര് തല്ലുകൊണ്ട് അവരുടെ പുറംപൊളിക്കും. ഇതാണ് നടക്കാൻ പോകുന്നത്. ഇനി 5 കൊല്ലത്തേക്ക് ഇതായിരിക്കും, യാതൊരു സംശയവും വേണ്ട. സഖാക്കന്മാര് അടിയുടെ ഈ അക്രമത്തിന്റെ ഒരു കേളികൂട്ടാണ് ഇപ്പൊ നടത്തിയിട്ടുള്ളത്. ഇനി ഫുൾ മേജർ സെറ്റ് കഥകളി തുടങ്ങാൻ പോകുന്നു. ഏകദേശം ഇവിടുത്തെ ക്രമസമാധാനം മനസ്സിലായില്ലേ? അപ്പൊ ഇതാണ് ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഈട് തുടങ്ങിയപ്പോൾ ഇതാണ് പുറത്തു പ്രതികരണമെങ്കിൽ എന്താണ് പ്രതീക്ഷിക്കേണ്ടത്? ഇത് ഒരു തിരക്കഥ പോലെ മോദി മേനോൻ തിരക്കഥയാണ്. മുഖ്യമന്ത്രി ദില്ലി പോയതിനു ശേഷം ഉണ്ടായതാണ്. പിണറായിയുടെ രോമത്തിൽ തൊടാൻ കഴിയില്ല. ഇവിടുത്തെ ഒരൊറ്റ രോമം പറിക്കാൻ അയാളെ കൊണ്ട് പറ്റുമോ? കണ്ടിട്ട് അയാൾ മൂടോടെ പറിക്കുന്ന ലക്ഷണമില്ല. ഇങ്ങനെയുള്ള രാഷ്ട്രീയ പ്രതികരണങ്ങൾ കൊണ്ടില്ലായ്മ ചെയ്യേണ്ടതാണോ? ഈ കേസിന്റെ മെറിറ്റ് മനസ്സിലാക്കാതെയാണോ, അതോ മനസ്സിലാക്കിയിട്ടും ദുർവ്യാഖ്യാനം ചെയ്ത് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുകയാണോ CPM നേതാക്കൾ? ഈ മൂരാച്ചികളെയൊക്കെ വിറ്റ് കാശ് നമ്മുടെ കയ്യിലില്ലേ ഗോപാല? PJ അവസാനം പറഞ്ഞതാണെന്നാണ് ഞാൻ കരുതുന്നത്. കാരണം ഇതിൻ്റെ മെറിറ്റ് മനസ്സിലാക്കാനുള്ള സമയം വേണ്ടതിലധികം CPM-ന് അതിൻ്റെ നേതാക്കൾക്ക് അണികൾക്ക് ഒക്കെ തന്നെ കിട്ടിയിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ട് പൊതുമധ്യത്തിലുള്ള നിരവധി രേഖകളുണ്ട്, നിരവധി ഓർഡറുകളുണ്ട്, കോടതിയുടെ തന്നെ പല പരാമർശങ്ങളുമുണ്ട്. അതുകൊണ്ട് തന്നെ ഇതിനെക്കുറിച്ച് ഇനി ഒന്നും കൃത്യമായിട്ട് അറിയില്ല എന്ന് ഞാൻ കരുതുന്നില്ല. അവർക്ക് വളരെ കൃത്യമായിട്ട് അറിയാം ഈ കേസ് സത്യത്തിൽ എന്താണ്,
ഇതിന്റെ മെറിറ്റ് എന്താണ് എന്നതിനെക്കുറിച്ച് ഈ സമരം ചെയ്യുന്ന ആൾക്കാർക്ക് എല്ലാവർക്കും കൃത്യമായിട്ട് അറിയാം. ഞങ്ങൾ അസ്വസ്ഥരാണ്. ഡയറക്റ്റ് ആയിട്ട് ഒരു തെറ്റായിട്ടുള്ള ഇടപാട് നടത്തുകയും ആ ഇടപാട് വഴി പ്രൊസീഡ്സ് ഓഫ് ക്രൈം ജനറേറ്റ് ചെയ്യുകയും അത് ജനറേറ്റ് ചെയ്തിരിക്കുന്നത് ഈ രണ്ട് കൂട്ടരുമാണ്. CMRലെ ഒരു ഭാഗത്ത്, മറ്റൊരു ഭാഗത്ത് വീണ, ഇവർ രണ്ടുപേരും കൂടി ചേർന്നാണ് എന്ന രീതിയിലത്തേക്ക് ഒരു കണ്ടെത്തൽ ഇവിടെ EDയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ അത് അന്വേഷിക്കാൻ മതിയായിട്ടുള്ള കാരണമാണ്. ഇതിൽ നേരത്തെ സൂചിപ്പിച്ചതുപോലെ മേനോനും മോദിയും തമ്മിലുള്ള കൂട്ടായ്മയാണ് ഇത്തരത്തിലുള്ള ഒരു അന്വേഷണത്തിന് ത്വരിതഗതിയിൽ നടത്താനുള്ള കാരണം എന്നൊക്കെ ഇവർ രാഷ്ട്രീയമായിട്ട് ആക്ഷേപിക്കുന്നുണ്ടെങ്കിലും അത് CPMന്റെ തന്നെ അണികളോ അവരുടെ പാർട്ടി അംഗങ്ങളോ തന്നെ മുഖവിലേക്ക് എടുക്കുമെന്ന് ഞാൻ കരുതുന്നില്ല. അങ്ങനെ അവർ പറയുന്നതെല്ലാം വെള്ളം തൊടാതെ വിഴുങ്ങുന്ന രീതിയായിരുന്നു CPMന്റെ അണികൾക്കും അനുഭാവികൾക്കും ഉണ്ടായിരുന്നത് എങ്കിൽ ഇത്തവണ 35 സീറ്റിലേക്ക് LDF ഒതുങ്ങുമായിരുന്നില്ല എന്നുള്ളതാണ് പ്രധാനം. അവനവന്റെ കയ്യിലിരിപ്പിന്റെ ഗുണം അവനവൻ തന്നെ അനുഭവിച്ചു തീരണം. ഇതിനേക്കാൾ വലിയ ഗീർവാണം അവർ അടിച്ചിട്ടുണ്ട്, എന്നിട്ട് രക്ഷപ്പെട്ടിട്ടില്ല. അപ്പോൾ ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ഒരാൾ കുറ്റം ചെയ്തിട്ടുണ്ടോ എന്ന് തീരുമാനിക്കേണ്ടത് അന്വേഷണ ഏജൻസികളും അവർ കൊടുക്കുന്ന തെളിവുകളുടെ അടിസ്ഥാനത്തിൽ അവസാനം കോടതിയുമാണ്. ആരോട് ഇതിങ്ങനെ എത്ര വട്ടം പറഞ്ഞു? അതല്ലാതെ അതിൽ തെരുവിൽ കയ്യൂക്ക് കാണിച്ചതുകൊണ്ടോ ഞങ്ങളുടെ സഖാവിന്റെ രോമത്തിൽ തൊടാനായിട്ട് നിങ്ങളെ അനുവദിക്കില്ല എന്ന് പറഞ്ഞതുകൊണ്ടോ ഒന്നും സാധ്യമല്ല എന്നതിനെക്കുറിച്ച് ഇവർക്ക് വളരെ കൃത്യമായിട്ട് അറിയാം. അത്രത്തോളം വലിയൊരു പാനിക്കാണ് ഇന്നലെ പെട്ടെന്നുണ്ടായിരുന്ന ഒരു റെയ്ഡ് ജനറേറ്റ് ചെയ്തത് എന്നുള്ളതാണ് ഒരു വസ്തുത. അല്ല, പേടിയല്ല, ഒരു ഭയം. ഭയം. രണ്ട്, CPMനെ സംബന്ധിച്ചിടത്തോളം രാഷ്ട്രീയമായിട്ട് തകർന്ന് തരിപ്പണമായിരിക്കുന്ന ഒരവസ്ഥയിൽ പെട്ടെന്ന് അവർക്ക് അവരുടെ അണികളെ, മൊത്തത്തിലുള്ള കേഡർ സംവിധാനത്തിനെ ഒക്കെ തന്നെ ഒന്ന് റിവൈവ് ചെയ്തെടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു വേക്കപ്പ് കോൾ എന്ന രീതിയിലും അവരതിനെ കണ്ടിട്ടുണ്ടാകാം. അതുകൊണ്ടായിരിക്കാം ഒരുപക്ഷെ ശ്രീ പിണറായി വിജയനെതിരെ തന്നെ പാർട്ടിയുടെ പല ജില്ലാ ഘടകങ്ങളിലും അതിശക്തമായിട്ടുള്ള വിമർശനം നിൽക്കുമ്പോഴും അദ്ദേഹത്തിന്റെ രോമത്തെ തൊടാൻ അനുവദിക്കില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പല സ്ഥലങ്ങളിലും പ്രകടനവുമായിട്ടൊക്കെ ആൾക്കാർ എത്തിയത്. അതുകൊണ്ട് തന്നെ. പക്ഷെ ഇതിനിടയിൽ മറന്നുപോകാൻ പാടില്ലാത്ത ഒരു കാര്യം, ഹൈക്കോടതി നേരത്തെ ഉണ്ടായിരുന്ന ദീർഘകാലം ഉണ്ടായിരുന്ന സ്റ്റേ വെക്കേറ്റ് ചെയ്തതുകൊണ്ടാണ് ഇവിടെ EDക്ക് ഈ പിക്ചറിലേക്ക് വരാനായിട്ട് സാധിച്ചതും പെട്ടെന്ന് ഇങ്ങനെ ഒരു സർപ്രൈസ് ആയിട്ടുള്ള ഒരു റെയ്ഡ് നടത്താനായിട്ട് അവർക്ക് സാധിച്ചതും. അതല്ലാതെ ഡൽഹിയിൽ ശ്രീ VD സതീശൻ പോയത് കണ്ടിട്ടല്ല ഇവിടെ കേരള ഹൈക്കോടതിയിലെ ജസ്റ്റിസ് CT രവി ഇതുമായി ബന്ധപ്പെട്ട ഒരു ഓർഡർ തയ്യാറാക്കിയത് എന്ന് ഇനിയും വിവരമില്ലാത്ത സഖാക്കന്മാരുണ്ടെങ്കിൽ ഒന്ന് മനസ്സിലാക്കുന്നത് നന്നായിരിക്കും. ഒരു കാര്യം വരുന്നത്, ഇത് ആരോപണമല്ല. 2.07 വീണയ്ക്ക് പ്രതിമാസം 5 ലക്ഷം വീതവും എക്സാലോജിക്കിന് 71 ലക്ഷവും 3 ലക്ഷം രൂപ പ്രതിമാസം. നാട്ടുകാർ കേൾക്കുന്നുള്ള കുറച്ചിലായിരിക്കും. കേൾക്കട്ടെ, ജ്യോതിഷ മാന്ത്രിക രത്നത്തിന്റെ ഒരു മഹിമ. അപ്പൊ ഇത് സഖാക്കന്മാർ ഇപ്പോഴും, നമ്മൾ കഴിഞ്ഞ ദിവസത്തെ ഇവരുടെയൊക്കെ പല സ്ഥലങ്ങളിലായിട്ട് ഇവരുടെ പ്രധാനപ്പെട്ട നേതാക്കന്മാരൊക്കെ പ്രസംഗിക്കുന്ന സമയത്ത് നോക്കിയാൽ മതി, 1.25 കോടി രൂപ 2.25 കോടി രൂപ ഒക്കെ വാങ്ങി എന്ന് ആരോപിക്കുന്നു എന്നാണ് പറയുന്നത്. ആരോപണമല്ല, രേഖകളുടെ, തെളിവുകളുടെ, ബാങ്ക് ട്രാൻസാക്ഷന്റെ അടിസ്ഥാനത്തിലാണ് ഇത് കണ്ടെത്തിയിരിക്കുന്നത്. അതുകൊണ്ട് വ്യക്തമായ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ എസ്റ്റാബ്ലിഷ് ചെയ്തിരിക്കുന്ന ഒരു ഫാക്റ്റും ആരോപണവും തമ്മിൽ കാര്യമായിട്ടുള്ള വ്യത്യാസമുണ്ട് എന്ന് ഈ P ജയരാജനും EP ജയരാജനും MV ജയരാജനും ഇനി വേറെ ഏതെങ്കിലും ജയരാജൻ ഉണ്ടെങ്കിൽ അവരും ഒക്കെ തന്നെ മനസ്സിലാക്കുന്നത് നല്ല. അതൊക്കെ കോമഡിയാണ് ശ്രീജിത്ത്. ആദ്യം പറഞ്ഞിരുന്നത് ഇതെല്ലാം രേഖയുണ്ടല്ലോ, നികുതി അടച്ചിട്ടുണ്ടല്ലോ, ഓരോരോ തട്ടിപ്പുകൾ, GST ഉണ്ടല്ലോ, ആരാ പറഞ്ഞില്ല എന്നുള്ളതാണോ? ഇപ്പൊ അത് ആരോപണമായി മാറി. ഇവർ പ്രവർത്തിച്ചിരുന്ന കാലത്ത് എക്സാലോജിക്കിന്റെ ഏതാണ്ട് 31% വരുമാനവും ഈ ഒരു ഒറ്റ ക്ലയന്റിൽ നിന്നാണ്. എന്ന് പറഞ്ഞാൽ അതിനെ ഊട്ടി വളർത്തിയിരുന്നത് കർത്തയുടെ ബാധ്യതയാണ്. എന്താണ് കർത്തയ്ക്ക് വീണ തൈക്കണ്ടിയിലേക്കുള്ള ബന്ധമെന്നുള്ളത് അരിയാഹാരം കഴിക്കുന്ന നാട്ടിലെ ജനങ്ങൾക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. ഇന്ത്യയിലെ ഏറ്റവും പ്രമുഖനായ പാർട്ടിയുടെ നേതൃത്വത്തിന്റെ ഏറ്റവും ശ്രദ്ധേയമായ ഒരു കുന്തമുനയാണ് സഖാവ് പിണറായി. നിനക്കിതൊക്കെ എവിടുന്ന് കിട്ടി? ആ പിണറായിയെ തകർക്കാം, വ്യക്തിപരമായിട്ട് ആക്രമിക്കാം, അതിന്റെ ഭാഗമായിട്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെയും തകർക്കാം എന്ന ധാരണ ഈ കേരളത്തിൽ വിലപ്പോവില്ല. സഹായം വേണ്ട, ഞാൻ മാത്രം മതി. നേരത്തെ MV ഗോവിന്ദൻ പറഞ്ഞത് സൂര്യനാണ് അടുത്ത് വന്നാൽ കത്തിപ്പോകുന്നതാണ്. ഇപ്പൊ അദ്ദേഹം പറയുന്നു കുന്തമുനയാണ്. അപ്പോ യഥാർത്ഥത്തിൽ പിണറായിക്ക് ചുറ്റും നിൽക്കുന്ന ഒരു സംഘം നേതാക്കൾ, പാർട്ടി സഖാക്കൾ, പാർട്ടി സമിതികളിൽ മുച്ചൂടും വിമർശിക്കുന്ന പിണറായി വിജയനെ രാഷ്ട്രീയമായി രക്ഷപ്പെടുത്താനുള്ള ഒരു രക്ഷാപ്രവർത്തനമാണോ ഇന്നലെ കണ്ടതും ഇന്നത്തെ ഈ തുടർ പ്രതികരണങ്ങളുമൊക്കെ? നിലനിൽക്കണമെന്ന് ആഗ്രഹിക്കുന്നവരാരും ഇതുപോലെ നാണം കെട്ട ഒരു സമരത്തിന് പോവുകയില്ല. ആർക്കറിയാൻ പാടുള്ളത്, ഈ കേരള സംസ്ഥാനത്ത് അരിയാഹാരം കഴിക്കുന്നവർക്കല്ല ഗോതമ്പാഹാരം കഴിക്കുന്നവർക്കും അറിയാം. സമരത്തിൽ നിന്ന് മാസം 5 ലക്ഷം രൂപ കൊടുക്കണം എവിടെയെങ്കിലും കിട്ടണം. അത് ലോക ചരിത്രത്തിൽ ആദ്യത്തെ സംഭവമല്ലേ. കമ്പനിക്ക് കാശ് കൊടുക്കുന്നു 3 ലക്ഷം, കമ്പനി ഉടമസ്ഥയ്ക്ക് കൊടുക്കുന്നു 5 ലക്ഷം. ഇതറിയാൻ പാടാത്ത ഏത് CPM കാരനാണ് ഇവിടെ ഉള്ളത്?
ഒരു CPM കാരനുമില്ല. അപ്പൊ പിന്നെ ഈ സമരം എന്ന് പറഞ്ഞ ശുദ്ധ ആഭാസമാണ് എന്ന കാര്യം എല്ലാവർക്കും അറിയാം. ഇത് വടി കൊടുത്ത് അടി വാങ്ങുന്ന പരിപാടിയാണല്ലോ ബാബു. പിന്നെ മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഏരിയ കമ്മിറ്റി ഓഫീസ് ചെയ്യുന്ന സുവർണ ക്ഷേത്രമാണ്. ഏരിയ സെക്രട്ടറി ബിന്ദ്രംപാലയാണോ? ഈ പോലീസുകാർക്ക് എന്തിനാണ് ലാത്തി കൊടുത്ത്, എന്തിനാണ് അവന്റെ തലയിൽ തൊപ്പി വെച്ച് കൊടുത്ത് അയാൾക്ക് 1 ഡസൻ കരിവള മേടിച്ചു കൊടുക്കണം കയ്യിലിട്ട് കിലുക്കാനായിട്ട്? അല്ലാതെ ഇയാളെ ഈ പണിക്ക് പറ്റൂല. പുള്ളി വേറെ വല്ല ഏർപ്പാടിന് പോട്ടെ. പോലീസ് ഉദ്യോഗസ്ഥരാണ്, IPS കാരനാണ്, അവന് IPS കൊടുത്താരാ? യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷനാണ് ആദ്യം പിരിച്ചുകൊണ്ടത്. പോലീസ് സ്റ്റേഷനിൽ പാർട്ടിയുടെ ഏരിയ കമ്മിറ്റി ഓഫീസിൽ കയറി അറസ്റ്റ് ചെയ്യാൻ ധൈര്യമില്ല. ഇതെന്താ സുവർണ ക്ഷേത്രമല്ലേ? ഇയാളെ ബിന്ദ്രംപാലയാണോ? ലോങ്കേവാളാണോ? ഇവർക്ക് സഖാക്കളെ കാണുമ്പോൾ മുട്ടുകാലിടിക്കും, മൂത്രമൊഴിക്കും എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാം. മൂത്രശങ്കയുള്ള ആളുകൾ പോലീസിലുണ്ട്, മൂത്രാശയ രോഗമുള്ളവരുമുണ്ട്, മാർക്സിസ്റ്റുകാരെ കാണുമ്പോൾ മൂത്രം പോകുന്നവരുമുണ്ട്. പക്ഷേ കേരളത്തിന്റെ ആഭ്യന്തരമന്ത്രി അങ്ങനെ ഞെട്ടേണ്ട ആവശ്യമില്ല. ആഭ്യന്തരമന്ത്രിക്ക് ഭേദം ഒരു മുഖ്യമന്ത്രി ഉണ്ടല്ലോ, അദ്ദേഹം എന്താ ആലോചിച്ചുകൊണ്ടിരിക്കുന്നു? അദ്ദേഹത്തിന് ആഭ്യന്തരമന്ത്രി വിളിച്ചു പറയരുത്, അല്ലെങ്കിൽ പോലീസ് മേധാവി വിളിച്ചു പറയരുത്, ഇവിടെ കോപാളിത്തരം കാണിക്കാൻ സമ്മതിക്കരുത്. 100% ഞാൻ യോജിക്കുന്നു. ഇത് അവരുടെ ഗുണ്ടായുസത്തിന്റെ കാലമൊക്കെ കഴിഞ്ഞു. 10 കൊല്ലം നാട്ടുകാർ ഇതൊക്കെ സഹിച്ചു. ഇനിയും സഹിക്കേണ്ട ആവശ്യമില്ലല്ലോ. ഇത് സഹിച്ച് സഹി കേട്ടിട്ടാണല്ലോ ജനങ്ങൾ ഇവരെ ജയിപ്പിച്ചത്. അല്ലാണ്ട് ഇവരുടെ VD സതീശന്റെയോ രമേശ് ചെന്നിത്തലയുടെ മുഖസൗന്ദര്യം കണ്ടിട്ടല്ലോ നമ്മൾ വോട്ട് ചെയ്തത്. അല്ല, ആളുകൾ വോട്ട് ചെയ്ത് ഈ ദുർഭരണം അവസാനിക്കാൻ വേണ്ടിയിട്ടാണ്, ഇവരുടെ ഗുണ്ടായുസം അവസാനിക്കാൻ വേണ്ടിയിട്ടാണ്. ഈ ശിവൻകുട്ടി സംഘത്തിന്റെ, നമ്മുടെ ബാലുശ്ശേരിയിലെ തോറ്റ MLA അല്ലെങ്കിൽ തിരുവനന്തപുരത്തുകാർ മുഴുവൻ വെറുത്ത മുൻ മേയറുടെ, അവരുടെയൊക്കെ കോപാലിത്തരോ കോപ്രായം കാണാനാണോ ജനങ്ങൾ ഈ UDF-ന് 100 ചില്ലാനും സീറ്റ് കൊടുത്ത് ജയിപ്പിച്ചത്? അല്ല, അതിനല്ല ജയിപ്പിച്ചത്. ഇവിടെ സൽഭരണം കൊണ്ടുവരാനാണ്, ഇവരുടെ ഗുണ്ടായുസം അവസാനിപ്പിക്കാനാണ്. രാഘവൻ പറഞ്ഞത് വാസ്തവം. അല്ല, രമേശ് ചെന്നിത്തലയുടെ വർത്താനം കണ്ടെത്തുന്നു, അദ്ദേഹത്തിന്റെ മുഖസൗന്ദര്യം കണ്ടിട്ട് നമ്മൾ വോട്ട് ചെയ്തതാണ്. അദ്ദേഹം ഒരു പുണ്യവാനായതുകൊണ്ട്, പുണ്യപുരുഷനായതുകൊണ്ട് വോട്ട് ചെയ്ത് അദ്ദേഹത്തെ ആഭ്യന്തരമന്ത്രി കസേരയിൽ അങ്ങനെയൊന്നും അല്ല. അങ്ങനെ അദ്ദേഹത്തിന് എന്തെങ്കിലും തെറ്റിദ്ധാരണ അത് ഇപ്പൊ മാറ്റണം. മനുഷ്യനെ താഴ്ത്തി കിട്ടുന്ന സ്വഭാവം പണ്ടേ നിന്റെ രക്തത്തിലുള്ളതാണ്. ഇവിടെ അത് കൊട്ടിഘോഷിക്കേണ്ട ആവശ്യമില്ല. ഉള്ള കാര്യം തുറന്ന് പറയുന്നതിന് ആരെയും പേടിക്കണ്ട. അതുപോലെ സതീശനൊരു ഉത്തരവാദിത്വമുണ്ട്. അദ്ദേഹം ഈ നിമിഷം വരെ ഒരു തുറന്നൊരു വാക്ക് പറഞ്ഞിട്ടില്ല. അദ്ദേഹത്തിന് എന്താ വാക്കുകൾക്ക് ക്ഷാമമുണ്ടോ? അതോ അദ്ദേഹം പഠിച്ച മലയാളം മറന്നുപോയോ? ഇതിനെക്കുറിച്ച് പറയാൻ ഉത്തരവാദിത്വമില്ലേ? ED റൈഡിനെ കുറിച്ച് പറയണ്ട, ഇവിടെ നടക്കുന്ന ഗുണ്ടായുസത്തെ പറ്റി പറയണ്ടേ, പോലീസുകാരെ കൈ കെട്ടുന്നതിനെ പറ്റി പറയണ്ടേ? അതിനെപ്പറ്റി പറയാനുള്ള ഉത്തരവാദിത്വം കേരള മുഖ്യമന്ത്രിക്കുണ്ട്. പറയുന്നതിലും കാര്യമുണ്ടെന്നേ. അത് പറഞ്ഞില്ലെങ്കിൽ അദ്ദേഹം ആ സ്ഥാനത്തിരിക്കുന്നതിൽ യാതൊരു അർത്ഥവുമില്ല. ഒരാഴ്ചയുള്ളൂ പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. ഒരാഴ്ചയിൽ ഒരു ദിവസമായാലും പറയണം, ഒരു മണിക്കൂറായാലും പറയണം. അതിനാണ് മുഖ്യമന്ത്രിയെ നമ്മൾ വോട്ട് ചെയ്ത് അവിടെ ജയിപ്പിച്ച് അവിടെ ഇരുത്തിയേക്കണത്. വളരെ ശരിയാണ് ജയശങ്കർ പറഞ്ഞത്. ഇത്തിരി കൂടി പോയാ സാർ? ഇല്ല, കറക്റ്റ് അളവാ. FIR പറയുന്ന ഒരു വാചകം കൂടി വളരെ പ്രസക്തമാണ്. എന്നീ വാഹനങ്ങൾ കയറി കോമ്പൗണ്ടിൽ നിന്ന് ഗേറ്റ് റോഡിലേക്ക് കടങ്ങിയ സമയം ഈ റോഡിൽ വടി, കല്ല്, ഇഷ്ടിക തുടങ്ങിയ മാരകായുധങ്ങൾ കൈവശം കരുതി റോഡിൽ കണ്ടാലറിയാവുന്ന 300ഓളം ആളുകൾ അക്രമാസക്തരായി തെറി പറഞ്ഞുകൊണ്ട്. അപ്പോ അതിനോടുള്ള മറുപടിയാണ് ഒരു സ്റ്റേറ്റിന്റെ തലവനായ മുഖ്യമന്ത്രിയോട് നമ്മൾ ചോദിക്കുന്നത്. എക്സാക്ട്ലി മുഖ്യമന്ത്രിയുടെ അല്ലെങ്കിൽ ഇപ്പോഴത്തെ പ്രതിപക്ഷ നേതാവിന്റെ വീട്ടിൽ ഒരു റെയ്ഡ് നടന്നു എന്നതുമായി ബന്ധപ്പെട്ട് അദ്ദേഹം പ്രതികരിക്കാതിരിക്കുകയോ ചെയ്യട്ടെ. പക്ഷെ ഇത്ര വലിയ ഒരു സുരക്ഷാ വീഴ്ച തലസ്ഥാനത്തുണ്ടായിട്ട് അതിനെക്കുറിച്ചിട്ട് അദ്ദേഹം പ്രതികരിക്കേണ്ടതല്ലേ? അന്വേഷണ ഏജൻസി ഇവിടെ എത്തിയത് അവരുടെ അന്വേഷണത്തിൻ്റെ ഭാഗമായാണ്. അപ്പോൾ അവരുടെ കയ്യിൽ എന്താണ് ഉള്ളത് എന്ന് അറിയാത്തൊരു കൂട്ടർ അതിനെപ്പറ്റി മറ്റെന്തെങ്കിലും അഭിപ്രായം പറയുന്നത് ശരിയാവില്ല. അതാണ് എനിക്കതിനെക്കുറിച്ച് പറയാനുള്ളത്.